ഇന്ന് യേശുവിൻ്റെ രൂപാന്തരീകരണ തിരുനാൾ. സുവിശേഷങ്ങളിൽ വലിയ പ്രാധാന്യം കൊടുത്ത് വിവരിച്ചിരിക്കുന്ന ഒന്നാണ് യേശുവിൻ്റെ രൂപാന്തരീകരണം. അതിൻ്റെ അർത്ഥ തലങ്ങളിലേക്കാണ് നമുക്ക് ഇന്ന് പോകാനുള്ളത്. എന്നാണ് രൂപാന്തരീകരണം സംഭവിച്ചത് എന്ന് പറയാൻ നമുക്ക് മാർഗമില്ല. കാരണം സുവിശേഷങ്ങളിൽ അതിനുള്ള സൂചനകളൊന്നും ഇല്ല. എന്താണ് ഇതിൻ്റെ ലക്ഷ്യം എന്നുള്ളതിന് നമുക്ക് വ്യക്തമായ സൂചനകൾ സുവിശേഷങ്ങളിൽ ഉണ്ട്. പ്രത്യേകിച്ച് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ യേശുവിൻ്റെ രൂപാന്തരീകരണം 6 ദിവസങ്ങൾക്ക് ശേഷമാണെന്ന് മർക്കോസ് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. 9-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം മുതലാണ് മർക്കോസ് ഈ സംഭവം വിവരിച്ചിരിക്കുന്നത്. അത് ഇങ്ങനെ ഒരു ഇൻട്രഡക്ഷനോടുകൂടിയാണ് മർക്കോസ് വിവരിച്ചിരിക്കുന്നത്. 6 ദിവസങ്ങൾക്ക് ശേഷം. 6 ദിവസങ്ങൾക്ക് ശേഷം വരുന്നത് 7-ാം ദിവസമാണെന്ന് നമുക്കറിയാം. അപ്പോൾ രൂപാന്തരീകരണ തിരുനാൾ അതിൻ്റെ യഥാർത്ഥമായ അർത്ഥം ഈ 7-ാം ദിവസത്തിലേക്കുള്ള മർക്കോസിൻ്റെ സൂചനയിൽ നിന്ന് നമ്മൾ സ്വീകരിക്കണം. 7-ാം ദിവസം എന്ന് പറയുന്നത് ശാബത്ത് ദിവസമാണ്. എല്ലാ ജോലികളിൽ നിന്നും ഒഴിഞ്ഞ് വിശ്രമത്തിലായിരിക്കേണ്ട ദിവസമാണ് 6-ാം ദിവസം, 7-ാം ദിവസം. യേശുവിൻ്റെ രൂപാന്തരീകരണം 7-ാം ദിവസം സംഭവിച്ചു എന്ന് പറയുമ്പോൾ ഈ രൂപാന്തരീകരണം നിശബ്ദതയുടെ, നിത്യമായ വിശ്രമത്തിൻ്റെ, അതായത് സ്വർഗീയ ജീവിതത്തിൻ്റെ ഒരു മുൻ ആസ്വാദനം എന്ന നിലയിലാണ് കൊടുത്തിരിക്കുന്നത്. സ്വർഗാനുഭവം എങ്ങനെയിരിക്കും? അതിനുള്ള ഉത്തരമാണ് ഈ രൂപാന്തരീകരണം. ഇതിന് മറ്റൊരു പ്രാധാന്യമുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 34 മുതലുള്ള വാക്യങ്ങൾ ആരാണ് ഒരു ശിഷ്യൻ, എന്തൊക്കെയാണ് ഒരു ശിഷ്യനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, എന്തൊക്കെയാണ് ശിഷ്യൻ്റെ കടമകൾ എന്നൊക്കെ പറയുന്ന ഒരു ഭാഗമാണ്. അവിടെ യേശു തുടങ്ങുന്നത് ഇങ്ങനെയാണ്: തൻ്റെ കുരിശും എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാത്ത ഒരുവനും എൻ്റെ ശിഷ്യനാകാൻ സാധ്യമല്ല. കുരിശെടുത്തുകൊണ്ട് വരിക. അതിൻ്റെ തുടർച്ചയായിട്ട് യേശു പറയുന്നുണ്ട്, ആരെങ്കിലും തൻ്റെ തന്നെ ജീവനെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവനത് നശിപ്പിക്കും. ആരെങ്കിലും തൻ്റെ ജീവനെ സ്വർഗരാജ്യത്തിന് വേണ്ടി നശിപ്പിക്കുകയാണെങ്കിൽ അവൻ അത് സംരക്ഷിക്കും. വീണ്ടും യേശു പറയുന്നു, ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അതുകൊണ്ട് ഒരു മനുഷ്യന് എന്ത് ലാഭമാണ് ഉണ്ടാകുന്നത് എന്ന്. അപ്പോൾ ശിഷ്യത്വം എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. അതൊരു കുരിശിൻ്റെ വഴിയാണ്. എല്ലാ ശിഷ്യന്മാരും കുരിശിൻ്റെ വഴിയിൽ കൂടി അല്ലാതെ നടന്നിട്ടില്ല, നടക്കാൻ സാധ്യതയും ഇല്ല. യേശു എന്ന നമ്മുടെ ഗുരു കഷ്ടതകൾ സഹിച്ച് മരിച്ച ദൈവത്തിൻ്റെ പുത്രനാണ്.
കുരിശും കൊണ്ടാണ് യേശു കാൽവരി മലയിലേക്ക് കയറി ചെന്നത്. അവിടെയാണ് യേശു തൻ്റെ ജീവിതം ഹോമിച്ചത്. അപ്പോൾ ഓരോ ക്രിസ്തു ശിഷ്യൻ്റെയും ജീവിതം കുരിശും വഹിച്ചുകൊണ്ട് യാത്ര ചെയ്ത് ഒടുവിൽ നിത്യതയ്ക്കു വേണ്ടി തൻ്റെ ജീവൻ ഹോമിക്കുന്നതാണ്. അങ്ങനെ കുരിശ് വഹിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഉത്തേജനം കൊടുക്കാൻ, അവർക്ക് ശക്തി പകരാൻ, അവരെ പ്രോത്സാഹിപ്പിക്കാൻ, നിരാശപ്പെടാതിരിക്കാൻ അവരെ ഉപദേശിക്കാൻ വേണ്ടിയാണ് യേശു ഈ രൂപാന്തരീകരണത്തിന് തന്നെ വിധേയനാക്കിയത്. ഇന്ന് കുരിശ് വഹിക്കുന്നവർ പലപ്പോഴും നിരാശപ്പെടാറുണ്ട്. പ്രത്യേകിച്ചും ആരും തങ്ങളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ ഇല്ലാതിരിക്കുമ്പോൾ, തങ്ങളുടെ ജീവിതത്തെപ്പറ്റി മറ്റുള്ളവർ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കുമ്പോൾ, തങ്ങളുടെ ജീവിതം ഫലശൂന്യമാണ് എന്ന് ആളുകൾ വിധി എഴുതുമ്പോൾ, ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കുമ്പോൾ, രോഗപീഡകളിൽ പെടുമ്പോൾ യേശു ശിഷ്യൻ പലപ്പോഴും ഞരങ്ങുകയും നിലവിളിക്കുകയും നെടുവീർപ്പിടുകയും ചെയ്യുന്നത് സാധാരണമാണ്. നമ്മുടെ കർത്താവിൻ്റെ ജീവിതകാലത്തും ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ളതായ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. യേശുവിൻ്റെ കുരിശിൻ്റെ അർത്ഥം അവർക്ക് വളരെ താമസിച്ച് മാത്രമാണ് മനസ്സിലായത്. യേശുവിൻ്റെ ഉയർപ്പിന് ശേഷം മാത്രമാണ് ശിഷ്യന്മാർക്ക് കുരിശിന് എന്തെങ്കിലും മൂല്യം ഉണ്ടെന്ന് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് കഷ്ടപ്പാടുകൾ, വേദന, പരിഹാസം ഇതൊക്കെ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിക്കിട്ടണമെന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ടാണ് യേശുവിനെ പല ശിഷ്യന്മാരും അനുഗമിച്ചത്. യേശു തൻ്റെ പീഡാനുഭവത്തെ പറ്റി ആദ്യമായിട്ട് പ്രവചിക്കുന്ന 8:31 ശേഷം നമ്മൾ കാണുന്നത് പത്രോസ് യേശുവിനെ തനിയെ വിളിച്ച് യേശുവിനോട് പിണങ്ങുന്നതാണ്. നിനക്കിത് സംഭവിക്കരുത്, നിനക്ക് കുരിശ് മരണം ഉണ്ടാകരുത്, നിനക്കൊരു തരത്തിലുള്ളതായ വേദനകൾ ഉണ്ടാകരുത്, നീ മരിക്കാൻ പാടില്ല. അതാണ് പത്രോസിൻ്റെ അഭിപ്രായം. അത് അദ്ദേഹം തുറന്നു പറഞ്ഞു യേശുവിനോട്. അപ്പോഴാണ് യേശു പറയുന്നത്, അങ്ങനെയല്ല ഈ ക്രിസ്തീയ ജീവിതമെന്ന് പറയുന്നത്. അതിലെ ക്രിസ്തീയ ജീവിതത്തിൽ ശിഷ്യൻ ഗുരുവായി സ്വീകരിച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെയും ആ ഗുരുവിൻ്റെ പിന്നാലെ പോകുന്ന ഓരോ ശിഷ്യൻ്റെയും ജീവിതമെന്ന് പറയുന്നത് കുരിശിൻ്റെ ജീവിതമാണ്. കുരിശ് വഹിക്കാതെ ഒരു ജീവിതവും യഥാർത്ഥമാകുകയില്ല. കുരിശ് വഹിക്കാതെ ഒരു മനുഷ്യനും നിത്യതയുടെ സന്തോഷത്തിലെത്താൻ പറ്റില്ല. അത് പഠിപ്പിക്കാൻ കൂടിയാണ് യേശു വന്നതും അത് പഠിപ്പിക്കാൻ വേണ്ടിയാണ് യേശു കുരിശിൽ മരിച്ചതും. അപ്പോൾ ഇങ്ങനെ ശിഷ്യത്വത്തിൻ്റെ ആ കഠിനമായ അവസ്ഥ അത് വ്യക്തമാക്കിക്കൊണ്ടിരുന്ന യേശുവിന് മനസ്സിലായി, ശിഷ്യന്മാരുടെ മനസ്സുകളൊക്കെ ഇപ്പോൾ നിരാശ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അതായത് ശിഷ്യത്വത്തെപ്പറ്റി യേശു പറഞ്ഞത് അതിൻ്റെ പീഡാനുഭവത്തിൻ്റെ വശം മാത്രമാണ്. എന്നാൽ ശിഷ്യത്വത്തിന് മറ്റൊരു വശമുണ്ട്. അത് നിത്യസന്തോഷം അനുഭവിക്കാനുള്ള അല്ലെങ്കിൽ നിത്യസന്തോഷത്തിലേക്കുള്ള വാതിൽ തുറക്കുന്നത് ഈ കഷ്ടപ്പാടുകളാണ്, ഈ പീഡകളാണ്, ഈ പരിഹാസമാണ്, ഈ കുരിശിൻ്റെ വഴിയാണ്. അപ്പോൾ തങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്ന നിത്യതയുടെ സന്തോഷം അല്പമെങ്കിലും ശിഷ്യന്മാർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാണ് യേശു താബോർ മലയിൽ വെച്ച് രൂപാന്തരപ്പെട്ടത്. ശിഷ്യന്മാരുടെ മുൻപിൽ വച്ച് രൂപാന്തരപ്പെട്ടു എന്ന് മർക്കോസ് പ്രത്യേകം എടുത്തു പറയുന്നുമുണ്ട്. ശിഷ്യന്മാരുടെ മുൻപിൽ വെച്ച് എന്ന് പറയാൻ കാരണം
തൻ്റെ സൃഷ്ടിത്വത്തെപ്പറ്റിയുള്ളതായ പ്രബോധനം കേട്ട് നിരാശപ്പെട്ടിരിക്കുന്ന ശിഷ്യന്മാർക്ക് വേറൊരു അവസ്ഥ കൂടി സൃഷ്ടിത്വത്തിൻ്റെ ഭാഗമായിട്ട് ലഭിക്കും. അത് സന്തോഷത്തിൻ്റെ, വെറും സന്തോഷമല്ല, നിത്യതയുടെ സന്തോഷത്തിൻ്റെ അനുഭവമാണെന്നുള്ള കാര്യം അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി കൂടിയാണ് യേശു ഈ രൂപാന്തരീകരണത്തിന് തന്നെ വിധേയരാക്കിയത്. അപ്പോൾ ശിഷ്യത്വത്തിൻ്റെ സമ്പൂർണത വേദനയിലല്ല, ശിഷ്യത്വത്തിൻ്റെ സമ്പൂർണത നിത്യ സന്തോഷത്തിലാണ്. രൂപാന്തരീകരണം പ്രാപിച്ച യേശുവിൻ്റെ ആ രൂപാന്തരീകരണത്തിൻ്റെ അനുഭവത്തിൻ്റെ തുടർച്ചയാണ് ഒരു ശിഷ്യൻ്റെ ജീവിതത്തിൽ നിന്ന് അവന് ലഭിക്കുന്ന ആത്യന്തികമായ ഫലം. ഇതാണ് ഈ ദിവസം, പ്രത്യേകിച്ചും ഈ രൂപാന്തരീകരണത്തിൻ്റെ ഈ ദിവസം നമ്മുടെ മനസ്സിൽ നമ്മൾ സൂക്ഷിക്കേണ്ടത്. ദുഃഖവെള്ളിയാഴ്ച നമുക്കുണ്ട്, പക്ഷേ നമുക്കൊരു ഉയർപ്പ് ഞായറാഴ്ചയും ഉണ്ടെന്ന പ്രത്യാശ ദുഃഖവെള്ളിയാഴ്ചയുടെ ദുഃഖമെല്ലാം വെറും നിസ്സാരമാക്കി മാറ്റും എന്ന സന്ദേശമാണ് രൂപാന്തരീകരണ തിരുനാളിൻ്റെ സന്ദേശം.